ಮಂಜೇಶ್ವರದ ಹೊಸಂಗಡಿಯಲ್ಲಿ 2008ರಲ್ಲಿ ಆರಂಭಿಸಿದ ಡೆಲ್ಟಾ ಕಿಡ್ಸ್ ಪ್ಲೇ ಸ್ಕೂಲ್ 2015-16ರ ಅಧ್ಯಯನ ವರ್ಷದಲ್ಲಿ ಪೋಷಕರ ಬೇಡಿಕೆಯ ಮೇರೆಗೆ ಲೋವರ್ ಪ್ರೈಮರಿ ಶಾಲೆಯನ್ನು ಪ್ರಾರಂಭಿಸಿ 2019-20ರಲ್ಲಿ ಕೇರಳ ಸರ್ಕಾರದ ಮಾನ್ಯತೆಯನ್ನು ಪಡೆದು ಪ್ರೌಢಶಾಲೆಯನ್ನು ಆರಂಭಿಸುವಲ್ಲಿ ಯಶಸ್ಸನ್ನು ಕಂಡಿದೆ. ಇಂದು ಶಾಲೆಯಲ್ಲಿ ವಾರ್ಷಿಕ ಕ್ರೀಡಾಕೂಟ ನಡೆಯಿತು. ಸಮಸ್ತ ಕೇರಳ ಇಸ್ಲಾಮಿಕ್ ಮತ ವಿದ್ಯಾಭ್ಯಾಸ ಬೋರ್ಡ್ ನೇರವಾಗಿ ನಡೆಸಿಕೊಂಡು ಬರುವ ಅಲ್ಬೀರ್ ಸ್ಕೂಲ್ನ ಮಾನ್ಯತೆಯನ್ನ ಪಡೆದಿರುವ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಗುರು ಹಿರಿಯರಲ್ಲಿ ಭಕ್ತಿ, ಮೌಲ್ಯಾಧಾರಿತ ಹಾಗೂ ನೂತನ ತಂತ್ರಜ್ಞಾನವನ್ನ ಬಳಸಿ ಪ್ರಾಕ್ಟಿಕಲ್ ಮೆಥಡ್ ಮೂಲಕ ಪಾಠವನ್ನ ಸರಳವಾಗಿ ಮನದಟ್ಟಾಗುವ ವಿಧಾನದೊಂದಿಗೆ ಶಿಕ್ಷಕರು ಇಲ್ಲಿ ಕಲಿಸುವುದರ ಜೊತೆಗೆ ಶಿಕ್ಷಣದಲ್ಲಿ ಹೊಸ ಕ್ರಾಂತಿಯನ್ನ ಮೂಡಿಸುವಲ್ಲಿ ಅಲ್ಬೀರ್ ವಿದ್ಯಾಸಂಸ್ಥೆ ಯಶಸ್ಸನ್ನ ಕಂಡಿದೆ. ಹೋಂವರ್ಕ್ ಮತ್ತು ಸ್ಕೂಲ್ ಬ್ಯಾಗ್ನ ಹೊರೆಯನ್ನು ಕಡಿಮೆ ಮಾಡುವ ನಿಟ್ಟಿನಲ್ಲಿ ವರ್ಕ್ಶೀಟ್ ಹಾಗೂ ಹೊಸ ಟೆಕ್ನಾಲಜಿಗಳನ್ನು ಬಳಸಿ ತರಗತಿಗಳನ್ನು ನಡೆಸಲಾಗುತ್ತಿದೆ. ಶನಿವಾರದಂದು ಡೆಲ್ಟಾ ಸೆಂಟ್ರಲ್ ಶಾಲೆಯಲ್ಲಿ ಶಾಲಾ ಚೇರ್ಮನ್ ಯುಎಂ ಮೊಹಮ್ಮದ್ ಅವರ ಅಧ್ಯಕ್ಷತೆಯಲ್ಲಿ ವಿಶಾಲವಾದ ಮೈದಾನದಲ್ಲಿ ವಿದ್ಯಾರ್ಥಿಗಳ ಉತ್ಸಾಹ ಹಾಗೂ ಉಲ್ಲಾಸದೊಂದಿಗೆ ನಡೆದ ವಿದ್ಯಾರ್ಥಿಗಳ ವಾರ್ಷಿಕ ಕ್ರೀಡಾ ದಿನವನ್ನು ಮಂಜೇಶ್ವರ ಶಾಸಕ ಎಕೆಎಂ ಅಶ್ರಫ್ ಅವರು ಧ್ವಜಾರೋಹಣಗೈದು ಉದ್ಘಾಟಿಸಿದರು. ಬಳಿಕ ಮಾತನಾಡಿದ ಅವರು, ನಾನು ಈ ಶಾಲೆಯ ಅಧ್ಯಾಪಕರುಗಳನ್ನು ಮೊದಲಾಗಿ ಅಭಿನಂದಿಸುತ್ತಿದ್ದೇನೆ. ತುಂಬಾ ಅಚ್ಚುಕಟ್ಟಾಗಿ ಬಹಳ ಸಭ್ಯತೆಯಿಂದ ವಿದ್ಯಾರ್ಥಿಗಳನ್ನು ಇಲ್ಲಿ ಸಜ್ಜುಗೊಳಿಸಿದ್ದಾರೆ. ಜೊತೆಯಾಗಿ ನೀರಿನ ಸಂರಕ್ಷಣೆ, ಭೂಮಿಯ ಸಂರಕ್ಷಣೆ ಹಾಗೂ ಪ್ಲಾಸ್ಟಿಕ್ ಬಳಕೆಯ ಬಗ್ಗೆ ವಿದ್ಯಾರ್ಥಿಗಳು ನೀಡಿದ ಸಂದೇಶ ಬಹಳ ಅರ್ಥಪೂರ್ಣವಾಗಿತ್ತು. ಈ ಸಂದರ್ಭದಲ್ಲಿ ಈ ಶಾಲೆಯ ಆಡಳಿತ ನಿರ್ದೇಶಕರಾದ ರಿಯಾಜ್ ಮಾಸ್ಟರ್ ಅವರನ್ನ ಹಾಗೂ ತಂಡವನ್ನ ನಾನು പ്രത്യേകವಾಗಿ അഭിനന്ദിಸುತ್ತಿದ್ದೇನೆ, ശുഭവನ್ನ ಹಾರೈಸಿದ್ರು. ഇവിടെ സ്പോർട്സ് പോലും ഇന്നത്തെ ഇതിന്റെ സമാപനം കുറിക്കുമ്പോൾ വളരെ മനോഹരമായി ഞാൻ പ്രത്യേകിച്ച് ടീച്ചേഴ്സിനെയാണ് അഭിനന്ദിക്കുന്നത്. ചെറിയ ചെറിയ കുട്ടികളെ ഇത്രയും മനോഹരമായി പരിശീലിപ്പിച്ച് കേവലം ഒരു ബാൻഡിന്റെ ഒറ്റ ശബ്ദത്തോടു കൂടി നിങ്ങളുടെ കുട്ടികൾ ഓരോ ചലനങ്ങളും അവരുടെ എക്സസൈസ് അടക്കം അവരുടെ എല്ലാവിധ ഇന്നത്തെ സഞ്ചാരങ്ങളും മുഴുവനും ആ ഒരു ബാൻഡിന്റെ ശബ്ദത്തിലാണ് നടക്കുന്നത്. നിങ്ങളുടെ ടീച്ചറോട് മനോഹരമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം അവരുടെ മാർച്ച് പാസ്റ്റ്, ഞാനതിൻ്റെ ഏറ്റവും ഫ്രണ്ട് അവരുടെ ക്യാപ്റ്റൻസ് പിടിച്ച പ്ലേ കാർഡ് ഞാൻ ശ്രദ്ധിച്ചു. നമുക്ക് വെള്ളത്തെ സംരക്ഷിക്കാം, നമുക്ക് ഭൂമിയെ സംരക്ഷിക്കാം, നമുക്ക് പ്ലാസ്റ്റിക്കിനെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ള മുദ്രാവാക്യത്തോടു കൂടി എക്കോ ഫ്രണ്ട്ലി ഒരു മെസ്സേജ് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഏറ്റവും മികച്ച ഒരു സ്പോർട്സ് മീറ്റാണ് നടക്കുന്നത്. ഡെൽറ്റ സെൻട്രൽ സ്കൂളിൻ്റെ ഓരോ ഉയർച്ചയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ഭാവിയിൽ ഇത് ഏറ്റവും മികച്ചൊരു വിദ്യാലയമായി മാറട്ടെ. പ്രത്യേകിച്ച് റിയാസ് മാഷിനെയും ടീമിനെയും, റിയാസ് മാഷ് എപ്പോൾ സംസാരിക്കുമ്പോഴും പറയും തൻ്റെ പ്രിയപ്പെട്ട പിതാവാണ്, ഇതിൻ്റെ ഒക്കെ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് തനിക്ക് എൻകറേജ്. ಶಾಲಾ ಆಡಳಿತ ನಿರ್ದೇಶಕ ರಿಯಾಜ್ ಯುಎಂ ಅವರು ಕ್ಯಾಪ್ಟನ್ ಮೊಹಮ್ಮದ್ ಜಲೀಲ್ ಅವರಿಗೆ ಕ್ರೀಡಾ ಧ್ವಜವನ್ನು ಹಸ್ತಾಂತರಿಸುವ ಮೂಲಕ ಕ್ರೀಡಾಕೂಟಕ್ಕೆ ಚಾಲನೆಯನ್ನ ನೀಡಿದ್ರು. ಬಳಿಕ ಮಾತನಾಡಿದ ಅವರು, ಆರಂಭದಲ್ಲಿ ಊರವರ ಹಾಗೂ ಪೋಷಕರ ಸಹಾಯದೊಂದಿಗೆ ಡೆಲ್ಟಾ ಕಿಡ್ಸ್ ಪ್ಲೇ ಶಾಲೆಯೊಂದಿಗೆ ಆರಂಭಗೊಂಡ ಈ ಶಾಲೆ ಬಳಿಕ ಲೋವರ್ ಪ್ರೈಮರಿ ಶಾಲೆಯಾಗಿ ಪರಿವರ್ತನೆಗೊಂಡು ನಂತರ ಕೇರಳ ಸರ್ಕಾರದ ಮಾನ್ಯತೆಯೊಂದಿಗೆ ಪ್ರೌಢಶಾಲೆಯನ್ನ ಆರಂಭಿಸಲು ಸಾಧ್ಯವಾಗಿದೆ. ಇನ್ನು ಮುಂದಕ್ಕೂ ಮಂಜೇಶ್ವರದಲ್ಲಿ ಅತ್ಯುತ್ತಮ ವಿದ್ಯೆ ನೀಡುವ ಶಾಲೆಯನ್ನಾಗಿಸುವ ಪ್ರಯತ್ನ ನಡೆಸುತ್ತೇವೆ ಎಂದು ಹೇಳಿದರು. ഡെൽറ്റ സെൻട്രൽ സ്കൂള് 2008ലാണ് നമ്മൾ ആരംഭിച്ചത്, ഒരു കിഡ്സ് പ്ലേ സ്കൂളായിട്ട്. അപ്പോൾ 2015 പേരൻസിൻ്റെ ഭയങ്കര സപ്പോർട്ടോട് കൂടിയിട്ട് പേരൻസിൻ്റെ നല്ലൊരു സഹകരണം, പേരൻസ് പറഞ്ഞു നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമ്മൾ 1ാം ക്ലാസ്സും തുടങ്ങി, അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ LP സെക്ഷന് ആദ്യമായിട്ട് തുടങ്ങി. 2019 അൽഹംദുലില്ലാഹ് നമുക്ക് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോട് കൂടിയിട്ട് ഉള്ള അംഗീകാരം കൂടി കിട്ടി, റെക്കഗ്നിഷൻ. അപ്പോൾ അതിനുശേഷം നമ്മളെ ക്യാമ്പസ് നമ്മൾ ലിഡിയ കടമ്പാറിലേക്ക് ഷിഫ്റ്റായി. മുമ്പ് നമ്മൾ ഒസങ്കടിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷനും ടെക്നോളജി ബേസ്ഡ് ആയിട്ട് കൊടുക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ് ഇപ്പോൾ നന്നായിട്ട് ഒരു 300ഓളം കുട്ടികൾ നമ്മളെ സ്ഥാപനയിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ നമ്മളെ സമസ്ത മതവിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന അൽബീർ സ്കൂൾ കൂടി നമ്മൾ 2020-21 കാലഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ
അംഗീകാരം കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇസ്ലാമിക് പ്രീ സ്കൂൾ കൂടി നമ്മൾ ഡെൽറ്റ സെൻട്രൽ സ്കൂളിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതിലും അങ്ങനെ 1:12 റേഷ്യോ ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഒരു കോ ടീച്ചറും മെയിൻ ടീച്ചറായിട്ടാണ് പഠിപ്പ് നടക്കുന്നുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ ഇതുവരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ಪೇರೆಂಟ್ಸ್ನ നല്ല ಸಪೋರ್ಟ್ ഉണ്ട്. ಶಾಲೆಯ ಪ್ರತಿಯೊಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೂ ಸಲಹೆ ಸಹಕಾರವನ್ನ ನೀಡುತ್ತಾ ಬಂದಿರುವ ಶಾಲಾ ರಕ್ಷಕ ಶಿಕ್ಷಕ ಸಂಘದ ಅಧ್ಯಕ್ಷ ಮೊಹಮ್ಮದ್ ಇಕ್ಬಾಲ್ ಹೊಸಂಗಡಿಯವರು ಮಾತನಾಡಿ, ಈ ಶಾಲೆಯಲ್ಲಿ ನಮ್ಮ ಮಕ್ಕಳು ಕಲಿಯುತ್ತಿದ್ದಾರೆಂಬ ಹೆಮ್ಮೆ ನನಗಿದೆ. ಪ್ರತಿಯೊಂದು ವಿಷಯದಲ್ಲೂ ಉತ್ತಮವಾದ ಅರಿವನ್ನ ನೀಡುತ್ತಾ ಬಂದಿರುವ ಈ ಶಾಲೆಯ ಆಡಳಿತ ಸಮಿತಿ ಹಾಗೂ ಅಧ್ಯಾಪಕರುಗಳ ಸೇವೆಯನ್ನ ಮೆಚ್ಚಲೇಬೇಕಾಗಿದೆ. ಪ್ರತ್ಯೇಕವಾಗಿಯೂ ರಿಯಾಜ್ ಮಾಸ್ತರ್ ಅವರ ಪ್ರತಿಯೊಂದು ಹೆಜ್ಜೆ ಕೂಡ ಶಾಲೆಯ ಮಕ್ಕಳಲ್ಲಿ ಬೆಳಕನ್ನ ತರುತ್ತಿದೆ ಎಂದು ಹೇಳಿದರು. ഡെൽറ്റ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അതുപോലെ തന്നെ അൽബീർ സ്കൂളും കൂടിയാണ് ഒന്നിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിയാസ് സാറ് നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സ്പോർട്സ് രംഗത്ത് വളരെ മികച്ച രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു സ്കൂളാണ്. എല്ലാ രീതിയിലും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ദീനീ രംഗത്തുമൊക്കെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന റിയാസ് സാറിനെ ഞാൻ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഈ സ്കൂള് ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ಶಾಲಾ ಮೈದಾನದಲ್ಲಿ ವಿವಿಧ ರೀತಿಯ ಕ್ರೀಡೆಗಳು ಮತ್ತು ಕ್ರೀಡಾಕೂಟಗಳು ನಡೆದವು. ಬಹಳ ಮನಮೋಹಕವಾದ ದೃಶ್ಯಗಳೊಂದಿಗೆ ವಿದ್ಯಾರ್ಥಿಗಳ ಪಥಸಂಚಲನ ನಡೆಯಿತು. ಮನ್ಸೂರ್ ಉಸ್ತಾದ್, ಅಬ್ದುಲ್ ಅಶ್ರಫ್, ನವರಿನ್ ಟೀಚರ್, ಶೆರೀನ್ ಮುಸೇನ್ ಮೊದಲಾದವರು ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಹಲವು ಕ್ರೀಡಾ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಆಯೋಜಿಸಿ ವಿದ್ಯಾರ್ಥಿಗಳ ಉಲ್ಲಾಸ ಸಂಭ್ರಮಗಳಲ್ಲಿ ಭಾಗಿಯಾದರು. ಅದೇ ರೀತಿ ವಿದ್ಯಾರ್ಥಿ ಲೀಡರ್ ಮೊಹಮ್ಮದ್ ಸಾಬಿತ್ ಹಾಗೂ ವಿದ್ಯಾರ್ಥಿನಿ ಲೀಡರ್ ಸಿಮಿನ್ ಉತ್ತಮವಾದ ರೀತಿಯಲ್ಲಿ ಕಾರ್ಯನಿರ್ವಹಿಸಿದ್ರು. ಸಮಾರಂಭಕ್ಕೆ ಮುಖ್ಯ ಅತಿಥಿಯಾಗಿ ಆಗಮಿಸಿದ್ದ ಕರಾಟೆ ಮಾಸ್ಟರ್ ಮೊಹಮ್ಮದ್ ಅಶ್ರಫ್ ಕೆಎಂ ಅವರು ಕೂಡ ಕ್ರೀಡಾಕೂಟದಲ್ಲಿ ಭಾಗವಹಿಸಿ ವಿಜೇತರಾದ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಬಹುಮಾನವನ್ನು ವಿತರಿಸಿ ಅಭಿನಂದಿಸಿದ್ರು. ಜೊತೆಯಾಗಿ ವಿದ್ಯಾರ್ಥಿಗಳಿಗಾಗಿ ಕರಾಟೆಯ ಅದ್ಭುತವಾದ ಕಸರತ್ತುಗಳನ್ನು ಪ್ರದರ್ಶಿಸಿ ಮೆಚ್ಚುಗೆಯನ್ನ ಪಡೆದುಕೊಂಡರು. ವಿದ್ಯಾರ್ಥಿಗಳು ಕ್ರೀಡಾ ಚಟುವಟಿಕೆಗಳಲ್ಲಿ ಸಕ್ರಿಯವಾಗಿ ಭಾಗವಹಿಸುವುದರ ಜೊತೆಯಾಗಿ ತಮ್ಮನ್ನು ತಾವು ಸಂಪೂರ್ಣವಾಗಿ ಸಂತೋಷದಲ್ಲಿ ತೇಲಾಡಿಸಿ ಹರ್ಷೋಲ್ಲಾಸದೊಂದಿಗೆ ಕ್ರೀಡಾಕೂಟದ ಆನಂದವನ್ನ ಸವಿದರು. ಕ್ರೀಡಾಕೂಟವನ್ನು ವೀಕ್ಷಿಸಲು ರಕ್ಷಕರು, ಊರವರು ಸೇರಿದಂತೆ ವಿವಿಧೆಡೆಗಳಿಂದ ಭಾರಿ ಸಂಖ್ಯೆಯಲ್ಲಿ ಜನರು ಆಗಮಿಸಿ ಮೆಚ್ಚುಗೆಯನ್ನ ವ್ಯಕ್ತಪಡಿಸಿದರು. ರೆಹಮಾನ್ ಉದ್ಯಾವರ, ವಿ4 ನ್ಯೂಸ್, ಮಂಜೇಶ್ವರ.